ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ടൂറിസം പ്രദേശത്തല്ല, മറിച്ച് ചെല്ലാനം പഞ്ചായത്തിലെ പൊഴിച്ചിറ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. വെള്ളവും വെളിച്ചവുമില്ലാതെ, കുടിവെള്ളവുമില്ലാതെ വർഷങ്ങളായി ഇവിടുത്തെ ജനത ദുരിതമനുഭവിക്കുന്നു. എല്ലാ തിരഞ്ഞെടുപ്പിലും വോട്ട് തേടി രാഷ്ട്രീയ പാർട്ടികൾ എത്തുമെന്നല്ലാതെ മറ്റൊന്നും ചെയ്യാറില്ലെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. നടവഴിയുമില്ല, ഒരാളെ ചത്തന്നാ കൊണ്ടുപോകാൻ സ്ഥലമില്ല, ഞങ്ങളെ അന്വേഷിച്ച് വരാൻ ആരുമില്ല ഇവിടെ. ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആരും ഞങ്ങളോട് കൂടെ സഹകരിക്കണം, അവിടെ കൂടെ ഞങ്ങൾ സഹകരിക്കാൻ എന്നും തയ്യാറാണ്. ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഇവിടെ കുടിവെള്ളമാണ്, നടക്കാൻ നടവഴി. ഇത് രണ്ടും ഞങ്ങൾക്ക് എപ്പോഴും ആവശ്യമാണ്. അരി ഞങ്ങൾ എപ്പോഴെങ്കിലും തിരക്കി കൊണ്ടുവരാം. ഞങ്ങളുടെ കുട്ടികളെയൊക്കെ പഠിക്കാനിറക്കണമെങ്കിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇഴക്കണം. അവരെ ഈ പഞ്ചായത്തിലെ ഭരണാധികാരികളോടൊന്നും പറയാറില്ല? എല്ലാവരോടും ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ ഞങ്ങൾക്കൊരു തൂക്ക് വെള്ളം വീട്ടിൽ കിട്ടണമെങ്കിൽ ഞങ്ങൾ 1000 പ്രാവശ്യം അവരെ ഫോണിൽ വിളിക്കണം. എന്നിട്ട് ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് പകുതി മുക്കാൽപ്പാട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പാത്രം വെള്ളം കിട്ടും. ആ 2 പാത്രം വെള്ളം കൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഈ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഇവിടെ തന്നെ താമസിക്കുന്ന? ഇവിടെ തെക്കോശത്തുള്ളതാണ് അവര്. വിളിക്കുമ്പോൾ അവര് വരും. അവര് വരികയെന്ന് ഞങ്ങൾ പറയണില്ല. അവര് വിളിച്ച് വണ്ടിക്കാരോട് പറഞ്ഞാലും ഞങ്ങൾക്ക് വെള്ളം കിട്ടാറില്ല. ഇന്നിപ്പോ ഞങ്ങൾ എല്ലാ വീട്ടുകാരും വെള്ളം തിരക്കി പാഞ്ഞോണ്ട് നിൽക്കണം. ഈ സമയം വരെ വണ്ടി വന്നിട്ടില്ല. കഞ്ഞി വെച്ചിട്ടില്ല. കഞ്ഞി വെക്കാൻ വെള്ളമില്ല. അപ്പൊ അങ്ങനെയുള്ള പാട്ട് ഞങ്ങളോട് ആര് എങ്ങനെ സഹകരിക്കണം അവരോടുകൂടെ ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. ഞങ്ങളെ 10-35 കൊല്ലമായി ഇവിടെ പൊറുക്കാൻ വന്നിട്ട് പറയുമ്പോ എല്ലാം പറയണമല്ല. ഈ ഒരു ചെറിയുടെ തുണ്ടിൽ വന്ന് താമസിച്ചവരാണ് ഞങ്ങൾ. അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ കാശ് കൊടുത്ത് കുറെ നിവർത്തി കഴിഞ്ഞപ്പോൾ സർക്കാർ ഞങ്ങൾക്ക് വഴി കെട്ടി സ്റ്റെപ്പും കെട്ടി തന്നത്. ഇതിന്റെ പട്ടയം വരെ ഞങ്ങൾക്ക് കൈ കിട്ടിയിട്ടില്ല. ഞങ്ങൾ എപ്പോ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാൽ അപ്പയൊക്കെ പോകാൻ തയ്യാറായി. കുറച്ചു പേർക്കുണ്ട്, കുറച്ചു പേർക്കോ ഇല്ല. ആദ്യം ഞങ്ങൾ ഇവിടെ കരമടച്ചാണ്. ഇപ്പൊ ഞങ്ങൾക്ക് കരമടച്ചതുമില്ല, സ്ഥലവുമില്ല, ഒന്നുമില്ലാതുകൊണ്ട് ഞങ്ങൾ. അപ്പൊ സർക്കാർ ഞങ്ങൾ എപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാലും ഞങ്ങൾ പോയിരിക്കണം. ആ ലക്ഷ്യത്തിൽ കൂടെ ഞങ്ങളുടെ ജീവിതം ഇവിടെ. അല്ല, ഇതേപോലെ കടയിൽ നിന്ന് ഞങ്ങളില്ലേ 5-6 കുപ്പി വെള്ളം മേടിക്കും ഒരു ദിവസം കുടിക്കാനായിട്ട്. അത് തീരുമ്പോ ഞങ്ങൾ വെറുതെ ഇവിടെ കുത്തിരിക്കും, അല്ലെങ്കിൽ അയൽവക്കത്തുള്ള വീട്ടിൽ പോയി മേടിക്കും. വെള്ളവും വഴിയും വെളിച്ചവുമില്ലാതെ ദുരിതമനുഭവിക്കുന്ന ഒരു കൂട്ടം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഞങ്ങൾ ചെന്നു. ദുർഘടമായ വഴികളിലൂടെ കിലോമീറ്റർ താണ്ടിയാണ് ഞങ്ങൾ ചെല്ലാനം പഞ്ചായത്തിലെ 15-ാം വാർഡിലെ പൊഴിച്ചിറ എന്ന പ്രദേശത്തെ അംബേദ്കർ കോളനിയിൽ എത്തിയത്. ഞങ്ങൾ ചെല്ലുമ്പോൾ കുടിവെള്ളമില്ലാത്തതിനാൽ ഭക്ഷണം പോലും പാചകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പല കുടുംബങ്ങളും. ഞങ്ങളുടെ ന്യൂസ് ടീം പൊഴിച്ചിറയിലെത്തിയപ്പോൾ കഞ്ഞി വയ്ക്കുന്നതിന് വെള്ളത്തിനായി കാത്തിരിക്കുന്ന കുടുംബങ്ങളെയാണ്, വീട്ടമ്മമാരെയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അതിലൊരു വീട്ടമ്മയോട് നമുക്ക് സംസാരിക്കാം. ഞങ്ങൾക്ക് 10 ദിവസം 15 ദിവസം 20 ദിവസമൊക്കെ എത്തുമ്പോഴാണ് വെള്ളം കിട്ടി. അലക്കാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഞങ്ങൾക്ക് ഈ വെള്ളമേ കിട്ടുള്ളൂ. അത് ഞങ്ങൾ വണ്ടിക്കാരന് 10 രൂപ 20 രൂപയൊക്കെ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വെള്ളം വരികയില്ല.
ഇപ്പം ഞങ്ങൾ വെള്ളം കാത്തിരിക്കുകയാണ്, അരി വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് 15 ദിവസം 20 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം അത് ഞങ്ങൾ എപ്പോഴും പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ വെള്ളം കൊണ്ടുവന്നത്. അത് അപ്പം അയാൾക്ക് എന്തെങ്കിലും ആയിട്ട് കൊടുക്കും. ഇപ്പം ഈ ആളിന് എന്തെങ്കിലും ചായക്കായിട്ട് പിന്നെ പഞ്ചായത്ത് വക വെള്ളം അടിച്ച് വരുമ്പോൾ ഞങ്ങൾ കഞ്ഞിവെപ്പ് നടക്കല്ലേ, അല്ലാതെ ഞങ്ങൾക്ക് വേറെ വെള്ളമൊന്നുമില്ല. അതാ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് കിട്ടപ്പോരില്ല, വരുന്നില്ല. ഇപ്പം ഈ വെള്ളം ഇങ്ങനെ ഞങ്ങൾ വന്നെടുത്ത് അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ പോയൊക്കെ മേടിച്ചാണ് ഞങ്ങൾ അരിയൊക്കെ വെക്കണം. ഞങ്ങൾ പള്ളിത്തൊട്ടി പോയാണ് വെള്ളം എടുക്കണത്. അത് അവിടെ ഉള്ള ആളുകൾ ചെല്ലുമ്പോൾ വെള്ളം തരും. അത് ഇപ്പോൾ വെള്ളമില്ലാഞ്ഞിട്ട് പോയിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ 2, 3, 4 ഡ്രമ്മൊക്കെ നിറച്ച് കൊണ്ടുവന്ന് മഴ കാത്ത് ഞങ്ങളിരിക്കും. ദൈവത്തിനെ വിളിക്കുകയാണ് മഴ വരുമ്പോൾ. ആ വെള്ളമൊക്കെ എടുത്താൽ ഞങ്ങൾ അലക്കി ഉരിയൊക്കെ ചെയ്യണം. അതെല്ലാം കുളി. ഇപ്പം നേരം വെളുത്തിട്ട് കുളിക്കാൻ പോലും പറ്റാതെ ഇരിക്കുകയും കഞ്ഞി വെക്കാതെ. പിള്ളേരില്ല, എല്ലാം പ്രായമായ മക്കളൊക്കെ. എല്ലാവരും അതൊക്കെ തന്നെ, കഞ്ഞി വെക്കാനും കുടിക്കാനും ഇതൊക്കെ കുളിച്ചും പോകാൻ വരെ വെള്ളമില്ല ഞങ്ങൾക്ക്. പിന്നെ പോകണമെങ്കിൽ റോട്ടിൽ കിണറ്റിൽ പോകണം. അതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുവിധമൊക്കെ പ്രായമായപ്പോൾ നടക്കണില്ല. അതൊക്കെയാണ് കാര്യങ്ങൾ. പൊയ്ച്ചിറ നിവാസികൾ ഇപ്പോൾ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മഴയുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അല്പമെങ്കിലും കൂടുതൽ കുടിവെള്ളം കിട്ടുകയുള്ളൂ, അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടപ്പാവുകയുള്ളൂ. ചിലർ കഴിഞ്ഞ ദിവസം സമീപ ജില്ലയിൽ നിന്ന് ശേഖരിച്ച കുടിവെള്ളം ഉപയോഗിച്ച് കുട്ടികൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. വീടുകളിലെല്ലാം കുടിവെള്ള ടാപ്പുകൾ ഉണ്ടെങ്കിലും അത് കാഴ്ചയ്ക്ക് മാത്രമാണ്. ടാങ്കർ ലോറിയിൽ 15 ദിവസത്തിൽ ഒരിക്കലെത്തുന്ന ജലം റോഡിനടുത്തുള്ള ടാങ്കിൽ പകർത്തും. അവിടെ നിന്നാണ് ടാപ്പുകൾ വഴി കുടിവെള്ളം വീടുകളിലെത്തുന്നത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണിവിടെ. മഴ പെയ്താൽ ഇപ്പോഴുള്ള പരിമിതമായ വഴിയും ഇല്ലാതാവും. പിന്നെ ചാലും വഴിയും തമ്മിൽ വ്യത്യാസമുണ്ടാകില്ല. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നീന്തിയാണ് പിന്നെ റോഡിലെത്തുക. മുതിർന്ന പെൺകുട്ടികളെ അച്ഛന്മാർ തോളിലേറ്റി കൊണ്ടുപോകുന്നത് മഴക്കാലത്തെ ഇവിടുത്തെ പതിവ് കാഴ്ചയാണത്രേ. യൂണിഫോമിൽ ചെളി പറ്റുന്നതിനാൽ പലപ്പോഴും സ്കൂളിൽ കയറ്റാറില്ലെന്നും വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്നു. വേണം, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ പഠിക്കാൻ പോകണം. മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റൂല. ഉടുപ്പൊക്കെ എല്ലാം ചീത്തയായിട്ടാണ് പോണത്. ഞങ്ങൾക്ക് കറണ്ട് ഇല്ല, ഞങ്ങൾക്ക് കറണ്ട് എടുത്തിട്ടില്ല. പഠിക്കാനൊക്കെ ഒന്നും പറ്റില്ല. പിന്നെ വിളക്കൊക്കെ കത്തിച്ച് വേണം പഠിക്കണമെങ്കിൽ. ഞാൻ സെന്റ് മേരീസ് സ്കൂളിലാണ് പഠിക്കണം. പ്രശ്നമാണ്. മഴ പെയ്താല് പിന്നെ ബുദ്ധിമുട്ടാണ്, മഴ പെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. മഴ പെയ്താൽ പെയ്തില്ലെങ്കിൽ വെള്ളം കിട്ടില്ല. ഇപ്പൊ ഈ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോ എങ്ങനെയാണ് നമ്മുടെ ഈ വെള്ളമൊക്കെ ഇല്ലാതെ കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കും വലിയ പ്രയാസമില്ലാതെ കുട്ടികൾക്ക്. പിന്നെ അവിടെയൊക്കെ വെള്ളം വന്നിട്ട് ഞങ്ങൾ അവിടെ പോയി എടുക്കുമ്പോ പിന്നെ അവര് പറയണത് അവിടെ നിന്ന് വെള്ളമൊക്കെ ഒന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് അവര് പറയണത്. അവർക്കും കിട്ടണില്ല വെള്ളം, ഞങ്ങൾക്കും കിട്ടിയില്ല വെള്ളം. ഇത് ഈ അധികാരികളോട് ഞങ്ങൾ പറയുമ്പോ ഞങ്ങൾ മുതിർന്നവരോട് പറയും. പക്ഷെ അവര് ചെന്ന് പറഞ്ഞിട്ട് അവര് ചെന്ന് പറഞ്ഞിട്ട് അവരോട് ഒരു ഇതും ഇല്ല. എങ്ങനെയെങ്കിലും ഒരു റോഡ് വരണം. പിന്നെ ഇടക്കിടക്ക് കറണ്ടൊക്കെ പോകാറുണ്ട്. കറണ്ട് ഉണ്ട്, ചില വീടുകളിലില്ല. കഴിഞ്ഞ വർഷക്കാലത്ത് കടൽക്കയറ്റത്തിൽ ഇവിടുത്തെ പല വീടുകളും തകർന്നു. വീട് നന്നാക്കുന്നതിന് പണം അനുവദിക്കുമെന്ന് അന്ന് അധികൃതർ പറഞ്ഞെങ്കിലും ഒന്നും ലഭിച്ചില്ലെന്നും വീട്ടമ്മമാർ പറയുന്നു. ഞാനിവിടെ വന്നിട്ട് 12 വർഷമായി. ഈ 12 വർഷത്തിൽ ഇത് തന്നെയാണ്. ഓരോ വർഷം മഴ തുടങ്ങുമ്പോഴും പിള്ളേർ ഇങ്ങനെ ഈ വെള്ളത്തിൽ നീന്തി വീണും ഒക്കെയാണ് പോണത്. അല്ലാതെ ഇവിടെ ഒരു പുരോഗമനം ആര് വന്നാലും, ആര് ഇലക്ഷനിൽ ജയിച്ച് ഇവിടെ ആര് വന്നാലും ഇത് തന്നെയാണ്. ഇപ്പം ഇവിടെയുള്ള ആൾക്കാർ കഷ്ടപ്പെട്ട്
ജീവിക്കുക. അതാണ് ഇവിടുത്തെ ഒരു ഇത്. അല്ലാതെ ഇവിടെ ഒരു മെച്ചവും കാണാനില്ല. മെച്ചം ഉണ്ടാകാൻ പോകണില്ലെന്നാണ് ഒരു ഇത്. ഇനിയും ജയിച്ച് ഇനി ആര് ഇലക്ഷനിൽ ജയിച്ച് ഇനി ഇവിടെ ആര് ഭരിക്കണം എന്ന് പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണ്. കാരണം ഇവിടെയുള്ള ജനങ്ങൾ പണ്ട് മുതലേ അവരിങ്ങനെയാണ്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ ഇങ്ങനെ കിടക്കട്ടെ എന്നുള്ള ഒരു ഇതാണ് എല്ലാവരും. ഞങ്ങളുടെ ഈ കഴിഞ്ഞ വർഷം ഇവിടെ വെള്ളം കയറിയിട്ട് എൻ്റെ വീടൊക്കെ മൊത്തം മുങ്ങിപ്പോയി. ഞങ്ങളുടെ ഒരു ഷെഡാണ്. ഇവിടെ RDO വന്ന് അവരെല്ലാം എഴുതി കൊണ്ടുപോയി. ഈ നിങ്ങൾക്ക് പെരവെക്കാനുള്ള എല്ലാ ഇതുണ്ട്. അത് ഇവിടെ ഒരു 6 വീട് 8 വീടായിട്ട് എഴുതിക്കൊണ്ട് 8 ഷെഡ് ഉണ്ടായിരുന്നു. എല്ലാവരും എഴുതി കൊണ്ടുപോയിട്ടില്ലേ ഒരു ഇതും. മെമ്പറിനോട് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണെന്നറിയോ, അവിടെ വില്ലേജിൽ വരട്ടെ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ യാതൊരുവിധ ഒരു ഇതുമില്ല. മെമ്പറിന് പരമാവധി മെമ്പർ ഇവിടെ ഞങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. പക്ഷേ മെമ്പർ എന്ത് പറഞ്ഞാലും അവിടെ അംഗീകരിക്കണം. അത് ഇപ്പം മെമ്പർ ഞങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഞാൻ വിളിക്കാൻ നേരത്ത് മെമ്പർ വരെ ജൂലി അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ഇന്ന സമയത്ത് വെള്ളമാണെങ്കിലും അടിക്കുമെന്ന് പറയും. പക്ഷേ ഇവിടെ വെള്ളം അടിക്കാറില്ല. ഒരാഴ്ച അല്ല 2 ആഴ്ച 13 ദിവസം 14 ദിവസം 19 ദിവസം കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് വെള്ളം വരുന്നത്. വെള്ളം വന്നെന്ന് പറഞ്ഞാൽ പകുതി മുക്കാലും ഭാഗത്ത് പൊട്ടിക്കിടക്കണേണ്. ഇങ്ങോട്ട് കയറി വന്ന വെള്ളം കലക്ക വെള്ളമാണ്. കലക്ക വെള്ളം ഉപ്പും മഞ്ഞ കളറാണ് വെള്ളം. ആ വെള്ളത്തിൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കഞ്ഞി വെച്ച് കൊടുക്കും? ഞങ്ങൾ ഈ കുപ്പിവെള്ളം കടയിൽ നിന്ന് കുപ്പിവെള്ളം മേടിച്ചാണ് കൊടുക്കുക. എൻ്റെ കെട്ടിയാനൊക്കെ രാത്രി 9 മണി 10 മണിക്കൊക്കെ പണിയും കഴിഞ്ഞ് വന്നത് വെള്ളവും പാലൊക്കെ ആയിട്ടാണ് വന്നത്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടേ? അത് നിങ്ങളെ പട്ടിണി കിടത്താൻ പറ്റുമോ? അങ്ങനെയുള്ള സ്ഥിതിയാണ് ഇവിടെ മിക്ക വീടിലും. പിന്നെ പോണതാണ് പള്ളിത്തോട്ടിൽ എല്ലാവരും 150-200 രൂപ വള്ളക്കൂലി കൊടുത്ത് പള്ളിത്തോട്ടിൽ ദൂരെ ഒരു ദിവസത്തെ പോക്കാണ് ഈ വെള്ളം കൊണ്ടുവന്ന് ഇവിടെ കഞ്ഞി വെക്കണം. അല്ലാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു കുടം വെള്ളത്തിന് വേണമെങ്കിലില്ലേ മഴ പെയ്യണം. സ്ഥിരം മഴയുണ്ട വെള്ളമുണ്ട്, അതില്ലെങ്കിൽ ഇല്ല, തീർന്നു, ഇവിടുത്തെ കാര്യം തീർന്നു. ഇവിടെ ഞങ്ങൾ കണ്ടത് പലതും വീടുകളല്ലായിരുന്നു, കുടിലുകൾ എന്നും പറയാൻ കഴിയില്ല. അത്രയും ദയനീയമായിരുന്നു അവസ്ഥ. പല വീടുകളുടെയും ചുമരുകളും അടിത്തറയും ജീർണാവസ്ഥയിലായിരുന്നു. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ കളിച്ചു നടക്കുന്ന മുറ്റത്ത് ചാലിൽ നിന്നുള്ള വെള്ളം കയറി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. പട്ടയം ലഭിക്കാത്തതിനാൽ പല വീടുകളിലും വൈദ്യുതിയും ലഭിച്ചിട്ടില്ല. വിളക്കിൻ്റെ താഴെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണിവിടെ ഭൂരിഭാഗവും. മണ്ണെണ്ണ ലഭിച്ചില്ലെങ്കിൽ അതും ഇല്ലാതാകും. കുട്ടികൾ പലരും കുളിച്ചിട്ട് പോലും ദിവസങ്ങളായെന്നും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. അലക്കുന്നതിനും വേണം വെള്ളം. കുടിവെള്ളമില്ലാത്തതിനാൽ കുപ്പിവെള്ളം വാങ്ങിയാണ് ആഹാരം പോലും പാചകം ചെയ്യുന്നത്. ഇന്നൊക്കെ കുളിക്കണമെങ്കിൽ വെള്ളം ഇന്നലെ കൊണ്ടുവന്ന വെള്ളം ഇത്തിരി ഇരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ അലക്കണം. പിന്നെ നാളെ മുതൽ പട്ടിണി ഇരിക്കണം. വെള്ളമില്ലാത്തതിനൊക്കെ സുഖമില്ലാതെ വന്നാൽ കസേരയിലെടുത്ത് അവിടെ പകുതിയിലും ആള് ചത്തിങ്ങാട്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെയാണ് ജീവിക്കണത്. അപ്പൊ അതൊക്കെ ആവുന്നതും നല്ല രീതിക്ക് ആക്കി തന്നെ ഏറ്റവും വലിയൊരു ഉപകാരമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ പാടില്ല വന്നാൽ ഒരു ഓട്ടോ വരികയില്ല, ഒരു യാതൊരു വക വണ്ടി. ഈ വീടിന്റെ അപ്പുറത്തെ വീട്ടിലെ കോച്ച് ഫിക്സ് തന്നെ രാത്രിക്ക് എടുത്തോണ്ട് ഓട്ടോ ആണ്. റോഡില്ല, റോഡ് പിന്നെയാണെങ്കിൽ ആദ്യം കുടിക്കാൻ ഇത്തിരി വെള്ളം കിട്ടും. 2 ആണാണുള്ളത്. ആണ് പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളാണ്. എനിക്ക് വെള്ളം വലിക്കാനും അറിയാൻ പറ്റില്ല, തുഴയാനും അറിയാൻ പറ്റില്ല. അതാണ് നിങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടിയല്ലേ. ഇപ്പം ഞങ്ങൾ വന്നതുകൊണ്ട് അതുങ്ങളും വെള്ളം കുടിച്ച് പോകുന്നുണ്ട്. അല്ലെങ്കിൽ അതുങ്ങൾക്കും ഇല്ല വെള്ളം. ഞങ്ങൾ വെള്ളത്തിന് പോയി എടുക്കും. രാത്രിയാണെങ്കിലും ആലപ്പുഴ ജില്ലയിൽ പോയി. ഇവിടുത്തെ പുരുഷന്മാരുടെ വരുമാനത്തിൽ കുപ്പിവെള്ളത്തിനും പ്രാധാന്യമേറിയിരിക്കുകയാണ്. സമീപ ജില്ലയായ ആലപ്പുഴയിലെ കോടന്തുരത്ത്, പള്ളിത്തോട് എന്നിവിടങ്ങളിൽ നിന്ന് വാഹനത്തിൽ പോയി വീട്ടുകാർ ശുദ്ധജലം കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതൊന്നും പര്യാപ്തമാകുന്നില്ല ഇവിടുത്തുകാർക്ക്. ഇപ്പോൾ സമീപ ജില്ലയിലെ പ്രദേശവാസികളും ശുദ്ധജലം എടുക്കുന്നതിനെ എതിർക്കുകയാണെന്നും ഈ പാവങ്ങൾ KCBയോട് വ്യക്തമാക്കി. ഈ പറ്റ വെള്ളം വരുന്നുണ്ട്. ഈ പറ്റ ആലപ്പുഴ ജില്ല വെള്ളം പോയിട്ട് അവരവിടെ തരുന്നില്ല വെള്ളം. അവിടെ ഒരാളിനും വെള്ളം കൊടുക്കുന്നില്ല. ഇപ്പം ഞങ്ങൾ ആകെ വെള്ളത്തിന് വേണ്ടി പാറ്റിക്കൊണ്ടിരിക്കുക. അവർ സമ്മതിക്കുന്നില്ല. അക്കരപ്പ് എടുക്കാനായിട്ട് അവിടെയും റോട്ടിൽ വെള്ളം വരില്ല. പിന്നെ മൊത്തം വെള്ളം ഇപ്പം മൊത്തം എന്ന് പറഞ്ഞാൽ കുടിവെള്ളം കൊണ്ട് കഴിച്ചു കൂട്ടുകയും കുപ്പിവെള്ളം കൊണ്ട് പണിക്ക് പോണവരും കുപ്പിവെള്ളം മേടിച്ചുകൊണ്ട് വെള്ളം വാങ്ങിക്കുകയും. ഈ 2 വർഷം കിടക്കണത് കൊള്ളുകയില്ല. കണ്ട അപ്പുറം ഇപ്പുറം കിടക്കണ വെള്ളം കൊള്ളുകയില്ല. പിന്നെ വെള്ളം വേണം, കാശുള്ളവന് വെള്ളം മേടിച്ച് കുടിക്കാം. അതാണ് ഇവിടുത്തെ സ്ഥിതി.
ഇവിടെ ഞങ്ങളൊക്കെ ഭരണങ്ങൾ വരുമ്പോൾ മാറി എല്ലാവരും പറയുമ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് ആരും ശരിയാക്കാൻ പറ്റില്ല. ഭരണാധികാരികൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിലുള്ള അമർഷവും ഇവരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. മെട്രോയും സ്മാർട്ട് സിറ്റിയും മാത്രമല്ല, തങ്ങളെപ്പോലെയുള്ള സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തലും ഭരണാധികാരികളുടെ കടമയാണെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. സംഭവിച്ചാൽ കൊണ്ടുപോകാൻ പോലും ഞങ്ങൾക്ക് ഒരു വാഹനം കയറി വരാൻ ഒരു ഇത് ഇവിടെ ഇല്ല. വർഷങ്ങളായിട്ട് ഇവിടെയുള്ള അധികാരികൾ ആരും അതിനായിട്ട് ശ്രമിക്കണ പോലുമില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് വള്ളത്തിനാ അല്ലെങ്കിൽ മറ്റുള്ള രീതികളിലൊക്കെയാണ് പൊക്കി കസേരയിലൊക്കെയാണ് ഈ ആൾക്കാരെയൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ലൊരു റോഡ് വരുവാനായിട്ട് അത് ഇപ്പോഴുള്ള അധികാരികൾ ഞങ്ങൾക്ക് വേണ്ടി ശ്രമിക്കണം. വീട്ടിലേക്കെത്തുവാൻ ഒരു തരത്തിലുള്ള വഴിയും ഇല്ലാത്ത കുടുംബത്തെയും ഇവിടെ കണ്ടു. ചാലിലൂടെ നീന്തി വേണം ഇവരുടെ വീട്ടിലേക്കെത്താൻ. ഈ ദുരിതപർവം കാണാൻ ഞങ്ങളും ഈ ചാലിലൂടെ അവിടെ എത്തി. +2 പഠിക്കുന്ന മകളെ തോളിലേറ്റിയാണ് ഷൺമുഖൻ എന്ന പിതാവ് റോഡിലെത്തിക്കുന്നത്. ഇങ്ങോട്ട് ഒരു വഴി വേണമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പട്ടികജാതി കോളനിയിൽ താമസിക്കുന്ന ഇവരുടെ ദുരിതം ആരുടെയും കരൾ അലിയിപ്പിക്കുന്നതാണ്. കുടിവെള്ളത്തിന് വേണ്ടി കേഴുന്ന വേഴാമ്പലിനെ പോലെ എറണാകുളം ജില്ലയുടെ തെക്കേറ്റമായ സൗത്ത് ചെല്ലാനം 15-ാം വാർഡിലെ താമസിക്കുന്ന പട്ടികജാതിക്കാർ കുടിവെള്ളത്തിന് വേണ്ടി ഇന്നും കേഴുകയാണ്. ഈ കുടിവെള്ളം ലഭിക്കാത്തതിന് ഞങ്ങളുടെ മക്കൾ വരെ ഇന്ന് അർത്ഥ പട്ടിണിയിലാണ്. ഇവിടെ മാറി ഭരിക്കുന്ന രണ്ട് കേഡർ പാർട്ടികളുണ്ട്. ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF സർക്കാരും. ഇവർ കേരളത്തിലെ പട്ടികജാതിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയോ അവരുടെ സാമൂഹ്യ ക്ഷേമപരമായ ഉന്നമനത്തിന് വേണ്ടിയോ യാതൊന്നും ചെയ്യാറില്ല. എല്ലാവരും ഭരണവും ഓരോ തിരഞ്ഞെടുപ്പും വരുമ്പോഴത്തേക്ക് പട്ടികജാതിക്കാരുടെ വോട്ടുകൾ ബാങ്കാക്കി മാറ്റിക്കൊണ്ട് ഞങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനോ ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് കാണുവാനോ ഇന്നത്തെ അധികാരികൾ കഴിഞ്ഞിട്ടില്ല. കുടിവെള്ളത്തിന് വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മുഹമ്മദ് ഖനീഷ് സാറിന് നൽകിയ ഒരു അപേക്ഷയാണ് എൻ്റെ ഈ കയ്യിൽ കാണുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സമക്ഷ അവതരിപ്പിച്ച ഒരു പരാതിയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെല്ലം മണ്ഡലം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാരവാഹികൾ പങ്കെടുത്ത ഒരു വേദിയിൽ ഈ അപേക്ഷ ഞാൻ കൊടുത്തിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ പരാതി സെല്ലിലേക്ക് ഞാൻ പരാതി കൊടുത്തു. ഇന്നുവരെ കേരളത്തിൽ ഭരണ നേതൃത്വം ഭരിക്കുന്ന ഭരണകർത്താക്കൾ പട്ടികജാതിക്കാരുടെ ആവശ്യങ്ങളോ അവരുടെ ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളോ മനസ്സിലാക്കാനും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയും കഴിഞ്ഞില്ല. ഞങ്ങളും ഇവിടെ ജനിച്ചവരല്ലേ, ഞങ്ങൾക്കും ജീവിക്കണ്ടേ, ഞങ്ങളുടെ മക്കൾക്കും ഈ ഭൂമിയിൽ നല്ലൊരു വിദ്യാഭ്യാസവും നല്ലൊരു ജീവിതവും സ്വപ്നവും കാണണ്ടേ. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുന്ന ഭരണകർത്താക്കളിലും ഞങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് കേരളത്തിൻ്റെ പട്ടിക അടിസ്ഥാന വർഗമായ പട്ടികജാതിക്കാരൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന പരിരക്ഷകൾ പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പട്ടികജാതിക്കാർക്കായി നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്ന് പറയുന്ന സർക്കാരും ഭരണാധികാരികളും ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കണം. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. അവകാശമായ കുടിവെള്ളവും വഴിയും നൽകണം. ഇവരുടെ വേദനകൾ തീർക്കാൻ അധികാരികൾ എത്തുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങളുടെ ടീം ആശ്വാസവാക്കുകൾ നൽകി ഇവിടെ നിന്ന് മടങ്ങി. ഏറെ പ്രതിബന്ധങ്ങൾ താണ്ടി ഈ കോളനിയിലെ ജനതയുടെ ബുദ്ധിമുട്ടുകൾ കാണുന്നതിനും അത് പകർത്തുന്നതിനും വേണ്ടി ഞങ്ങൾ ചെന്നു. എല്ലാ ദുരിതങ്ങളും കണ്ടു മനസ്സിലാക്കി ഞങ്ങൾ മടങ്ങുകയാണ്. ഇനി ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടത് അധികാരികളാണ്, ഭരണകർത്താക്കളാണ്. ഭരണകർത്താക്കൾ അത് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ മടങ്ങുന്നു. കുടിനീരിനും നടവഴിക്കുമായി കേഴുന്ന ജനത
അവരുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം. കണ്ണേ മടങ്ങുക. ഒരു ജനതയുടെ ആത്മവിശ്വാസം.